ആകെ പ്രശ്നായി. ഞാൻ പിന്നെ വിളിക്കാം. ശ്രീജേ, അല്ല ശ്രീജ, നീ എന്താ കരയുന്നു? ഒരു അംഗനവാടി ടീച്ചറല്ലേ, നീ ഇങ്ങനെ കരഞ്ഞാ പറ്റുവോ? അല്ല ടീച്ചറെ, ബാലവാടി കുട്ടികൾ എന്തെങ്കിലും കുസൃതി കാട്ടിയാ? എന്റെ സരോനേട്ടി, 1-2 വർഷത്തിനുള്ളിൽ എന്റെ ഈ ബാലവാടി ടീച്ചർ എന്നുള്ള ഇതങ്ങ് പോവും. അപ്പൊ ബാലവാടി ഇല്ലാണ്ടായ ഈ കുട്ടികൾ എന്ത് ചെയ്യും? എന്റെ സരോനേച്ചി, ഈ 2 വർഷം കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള കുട്ടികളെല്ലാം പിന്നെ സ്കൂളിൽ ചേരും. അയ്യെന്താ, കുട്ടികള് വേറെ വരൂലേ? നീ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? സരോനേച്ചി, ഇനി പിള്ളേർ വേറെ വരൂല. ഞാൻ എങ്ങനെ ജീവിക്കും? എന്ത് എന്താ പറയുന്നത്? എന്താ കുട്ടികള് വരാണ്ട്? എന്റെ സരോനേച്ചി, നമ്മുടെ ഈ ഗ്രാമത്തില് പുതിയ കുട്ടികളൊന്നും ജനിക്കുന്നില്ല. അതെന്താ, നീ എന്ത് ഭ്രാന്താ പറയുന്നത്? കല്യാണം കഴിഞ്ഞവരൊക്കെ 5 വർഷം കഴിഞ്ഞ് കുട്ടികൾ മതിയെന്ന് തീരുമാനിച്ചിരിക്കുക. ചേട്ടാ, ഇത് വല്ല പുലിവാലായല്ല. എന്ത് ഭ്രാന്താ പറയുന്നത്? പുതുതായി കല്യാണം കഴിയുന്നവരെല്ലാം കുട്ടികൾ വേണ്ടാന്ന് വെച്ചാൽ എന്റെ അംഗനവാടി പൂട്ടിപ്പോവും. അതിനൊക്കെ ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. നീ ഇങ്ങോട്ട് വന്നേ. എന്ത് വഴിയാ നിങ്ങ പറയുന്നത്? അയ്യോ, ഇതാര് സരോജനേച്ചിയാ? അയ്യോ, ഞാൻ പെട്ടുപോയല്ലപ്പാ. ഇനി എങ്ങനെ ഇവിടുന്ന് മുങ്ങും? ഏച്ചിന്ന് ഇയാളെല്ലാം വിളിച്ചേ? അതൊക്കെ ഉണ്ട്, നീ മിണ്ടാണ്ടിക്ക്. പൈസ കടം ചോദിക്കാൻ വിളിച്ചതായിരിക്കും. പിന്നെ എന്തിനാ ഇപ്പൊ വിളിച്ചത്? ആ സരോജനേച്ചി, ശ്രീധര, നീ കല്യാണം കഴിച്ചിട്ട് എത്ര വർഷമായി? അത് പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോ ഒരു 5-6 വർഷം കഴിഞ്ഞു. അല്ല, എന്താ ഇപ്പൊ ചോദിച്ചത്? ചേട്ടന്റെ കുട്ടികളൊക്കെ? അത് പിന്നെ കുട്ടികളൊന്നും വേണ്ടെന്ന എന്റെയും വൈഫിന്റെ തീരുമാനം. അത് പിന്നെ ഞാൻ കുട്ടികളൊന്നും വേണ്ടാന്ന് വെച്ചത് കാരണേ അങ്കണവാടി ടീച്ചറായി നിങ്ങളെന്തിനാ സങ്കടപ്പെടുന്നത്? ടീച്ചർ തന്നെ ഇങ്ങനെ കരഞ്ഞാലേ അങ്കണവാടിയിലെ മറ്റു കുട്ടികളും കരയും. ശ്രീധര, അതന്നെ പ്രശ്നം. കുട്ടികളില്ല, അങ്കനവാടി പൂട്ടാൻ പോവായിരുന്നു. നിങ്ങളെപ്പോലുള്ളവരെല്ലാം കുട്ടികൾ വേണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? അത് ശരി, കുട്ടികളില്ലാത്തത് കൊണ്ട് അങ്കണവാടി പൂട്ടാൻ പോവാണ്. അതാണ് പ്രശ്നമല്ലേ? എന്നാ ശരി, ഞാൻ പോവാ, കുറച്ച് തിരക്കുണ്ട്. നീ പേടിക്കണ്ട, ഞാനൊരു വഴി കാണിച്ചു തരാം. എന്ത് വഴി? അങ്കണവാടി ടീച്ചറല്ലേ ഇത്? ഇതെന്താ ഇവിടെ നിൽക്കുന്നേ? നീ കണാറിന്റെ മോനല്ലേ? നീ കഴിഞ്ഞ വർഷല്ലേ കല്യാണം കഴിച്ചത്? അതെ, സദ്യ കൊണ്ടാ നിങ്ങളൊക്കെ വന്നിരുന്നല്ലോ അല്ലേ? നിങ്ങളെ കല്യാണത്തിന് ഞാനും വന്നിട്ടുണ്ടായിരുന്നു. അല്ല രാമേന്ദ്ര, കുട്ടികളുടെ കാര്യത്തിൽ എന്താ നിന്റെ തീരുമാനം? കഴിഞ്ഞ ആഴ്ച എൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, കുട്ടികളായിട്ടില്ല. കുട്ടികളാകുമ്പോൾ ഞാൻ തീരുമാനിക്കും എന്താ വേണ്ടത് എന്ന്. അല്ല, കുട്ടികളൊന്നും ഇല്ലാത്തോണ്ട് ബാലവാടി പൂട്ടാൻ വേണ്ടി പോവേന്ന്. 1-2 വർഷം കൊണ്ട് പൂട്ടും. പണ്ടൊക്കെ ഒരു ഗ്ലാസ് പാലും ഒരു മുട്ടയും കിട്ടണമെങ്കിലേ ബാലവാടിയിൽ തന്നെ പോകണം. ഇപ്പം ഇതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പോകുന്നത്? നീ ഏതായാലും കുട്ടികൾ വേണ്ടാന്ന് തീരുമാനിച്ചിട്ടില്ല അല്ലേ? അത് പിന്നെ നമ്മൾ അധികം തിരക്ക് കൂട്ടണ്ട. എല്ലാറ്റിനും അതിൻ്റെ ഒരു സമയമുണ്ടല്ലോ, ദൈവം തീരുമാനിക്കും കേട്ടാ. കുട്ടികൾ പെട്ടെന്നൊന്നും വേണ്ടെന്നാണ് എൻ്റെ തീരുമാനം. ഒരു 6, 7, 8 വർഷം കഴിയട്ടെ, എന്നിട്ട് നോക്കാം. ഇപ്പം കല്യാണം കഴിച്ചവരെല്ലാം ഇങ്ങനെ തീരുമാനിച്ചാല് ബാലവാടി പൂട്ടാതെ കൊണ്ട് എങ്ങനെ ഇരിക്കും? കുട്ടികൾക്ക് ഇപ്പം വീട്ടിൽ നിന്ന് തന്നെ പാലും മുട്ടെല്ലാം കിട്ടുന്നുണ്ടല്ലോ, പിന്നെന്തിനാ ബാലവാടി പോകുന്നത്? അങ്കണവാടി പൂട്ടട്ടെ, നമുക്കെന്താ പ്രശ്നം? മക്കൾ കുറേ ഉണ്ടായിട്ട് വലിയ കാര്യത്തില്ലാന്ന്. ഞാനൊരു അച്ഛൻ്റെയും അമ്മേൻ്റെയും മക്കളാണ്. ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല, അറിയാം. കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ അങ്കണവാടി പൂട്ടുവാണെങ്കിൽ ടീച്ചർ വല്ല വാർക്കപ്പണിക്ക് പോയിക്കോ, പിന്നെന്താ ചെയ്യാ? നീ വിഷമിക്കണ്ട, അതിനുള്ള ഒരു വഴിയുണ്ട്. അല്ലടി, നീ കല്യാണം കഴിച്ചിട്ട് എത്രയായി? ഞാൻ കല്യാണം കഴിച്ചിട്ട് 5 വർഷമായില്ലേ? കല്യാണം കഴിച്ചിട്ട് 5 വർഷമായാ? അപ്പൊ നിന്റെ മക്കളൊക്കെയാ? നമുക്ക് കുട്ടികൾ വേണ്ടെന്നാണ് എന്റെ ഹസ്ബൻഡിന് തീരുമാനം. എന്നോട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല.